ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യ മലയാളിയാകാൻ അനിൽ മേനൻ ഇന്ന് രാത്രി 8:17 ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര തിരിക്കും. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. 8 മാസം ദൈർഘ്യമുള്ള യാത്രയിൽ റഷ്യക്കാരനായ പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവരും അനിലിനോടൊപ്പമുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ ഫിസിഷ്യനും എഞ്ചിനീയറും സൈനിക ഉദ്യോഗസ്ഥനുമാണ് 49-കാരനായ അനിൽ മേനൻ. വിനീത വേണുകൊണ്ട് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. വിനീത പാതി മലയാളിയാണ്, അച്ഛൻ മലയാളിയാണ്, ഒറ്റപ്പാലത്തുകാരനാണ്, അമ്മ ഉക്രൈൻകാരിയാണ്. പക്ഷേ എങ്കിലും കേരള മണ്ണുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. നാസ സയന്റിസ്റ്റാണ്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഏകദേശം ഒരു മലയാളി എന്ന് നമുക്ക് പറയാവുന്നത് ഒരുപക്ഷെ അടുത്തത് പ്രശാന്ത് നായരാണ്. അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒരു യാത്രയ്ക്കാണ് തയ്യാറെടുക്കുന്നത്. 8:17 സോയൂസ് MS-29 പേടകത്തിൽ യാത്ര തിരിക്കാൻ പോകുന്നത്. എത്രമാത്രം ചരിത്ര പ്രാധാന്യമുണ്ട് ഈ യാത്രയ്ക്ക്, വിനീത വേണു? ഡോക്ടർ വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഒറ്റപ്പാലത്തുകാരൻ ഏതായാലും ബഹിരാകാശത്തേക്ക് പോവുകയാണ്. മലയാളികളെ പോലെ മലയാളികളിൽ ഓരോരുത്തരും അത് ആഹ്ലാദിക്കുന്ന പോലെ ഒറ്റപ്പാലത്തുകാർക്ക് പ്രത്യേക സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവാണ് ഒറ്റപ്പാലത്തുകാരൻ. ഏതായാലും ചന്ദ്രനിൽ ചായക്കടയിട്ടാൽ അവിടെയും മലയാളി ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഇതാ ബഹിരാകാശത്തേക്ക് ഒരു മലയാളി കാൽപാദം പതിയാൻ പോകുന്നതാണ്. നാസയുടെ ആസ്ട്രോണറ്റായ അനിൽ മേനോൻ ഇന്ന് രാത്രി 7:17 അനിൽ മേനോനും സംഘവും യാത്ര തിരിക്കുന്നത്. എക്സ്പെഡിഷൻ 75ന്റെ ഭാഗമായാണ് ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളും സാങ്കേതിക ഗവേഷണങ്ങളും അടക്കം 8 മാസത്തോളം അവിടെ തുടരുമെന്നാണ് അറിയുന്നത്. റഷ്യയുടെ സോയൂസ് 2.1A റോക്കറ്റിലാണ് സോയൂസ് MS-29 ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണം. ഇത് കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് വിക്ഷേപണം എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 49-കാരനായ മേനോൻ ഒപ്പം റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോത്തർ ദുബ്രോവ്, അന്ന കിക്കിന എന്നിവരും ഈ ദൗത്യത്തിൽ പങ്കാളികളാവും. 8 മാസത്തോളം ദൗത്യം നീണ്ടു നിൽക്കുമെന്നാണ് ഇപ്പോൾ നാസ അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ ബഹിരാകാശ നിലയത്തിലെ മെഡിക്കൽ സാഹചര്യങ്ങൾ പഠിക്കുന്ന കാര്യമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. അതായത് ബഹിരാകാശ നിലയത്തിലെ താമസത്തിനിടെ ദീർഘകാല ബഹിരാകാശ യാത്രകൾ നടത്തുന്ന മനുഷ്യ ശരീരത്തിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ, അതേക്കുറിച്ചൊക്കെ വിവിധ പരീക്ഷണങ്ങൾ നടത്തും. മൈക്രോഗ്രാവിറ്റിയിലെ രക്തയോട്ടം, നാഡീവ്യൂഹങ്ങളുടെ ഘടന, രക്തത്തിലെ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, ഒപ്പം ഈ ബഹിരാകാശ നിലയത്തിലെ കുടിവെള്ള സംവിധാനം ഉപയോഗിച്ച് IV ഫ്ലൂയിഡ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ, അങ്ങനെ വിപ്ലവകരമായ ബഹിരാകാശ രംഗത്ത് തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒറ്റപ്പാലംകാരനായ ശങ്കരമേനോന്റെ മകനാണ് ഡോക്ടർ അനിൽ മേനോൻ. അമ്മ യുക്രൈനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ എലിസബത്താണ്. US എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷനൊപ്പം ചേർന്ന് എവറസ്റ്റ് കൊടുമുടി കയറുന്നവർക്ക് വൈദ്യസഹായം നൽകുന്ന ടീമിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ 1 വർഷം ഇന്ത്യയിൽ അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. പോളിയോ വാക്സിനേഷന്റെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട്. 2014 നാസയിൽ ഫ്ലൈറ്റ് സർജനായി എത്തുന്നത്. മെഡിക്കൽ പിന്തുണ, ബഹിരാകാശ സഞ്ചാരികൾക്ക് മെഡിക്കൽ പിന്തുണ നൽകുന്ന ടീമിലായിരുന്നു ഉണ്ടായത്. 2018 സ്പേസ് എക്സിൽ ചേർന്നിട്ടുണ്ട്. സ്പേസ് എക്സിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് സർജനും മെഡിക്കൽ ഡയറക്ടറുമാണ്. 2021 ഡിസംബറിലാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായി തെരഞ്ഞെടുപ്പെടുകയും ചെയ്തത്. അന്ന് അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഏതായാലും നിർണായകമായ പഠനങ്ങൾ നടത്താൻ പോകുന്ന ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ പോവുകയാണ് ഡോക്ടർ അനിൽ മേനോൻ. ഇത് അഭിമാന നിമിഷം തന്നെയാണ് ഇന്ത്യക്കും കേരളത്തിനും. ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ അന്ന മേനൻ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സ്പേസ് എക്സ് ഉണ്ടല്ലോ, ആ സ്പേസ് എക്സിന്റെ സ്വകാര്യ വാഹനമായ പൊളാരിസിൽ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ വനിതയായിരുന്നു. ഇത്രയും ദീർഘസമയം യാത്ര ചെയ്ത വനിതയായിരുന്നു നമ്മുടെ അനിൽ മേനന്റെ ഭാര്യ. അല്ല, അപ്പോൾ കുടുംബസമേതം ബഹിരാകാശ യാത്രികരാണ്. ഭാര്യ ആദ്യം തന്നെ പോയി, അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പോകുന്നു. ഏറെ കൗതുകമുള്ള കാര്യം, ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച്, കരിയർ ഓപ്ഷനൊക്കെ എടുക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് അനിൽ മേനൻ ഒരു വളരെ പോസിറ്റീവായി ഇൻസ്പയറിംഗ് ആയിരിക്കുന്ന ഒരാളാണ്. അനിൽ മേനൻ യഥാർത്ഥത്തിൽ മെഡിസിനാണ്. അദ്ദേഹം സർജനായിരുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബഹിരാകാശ സയൻസുമായി ബന്ധപ്പെട്ട് അതിൽ ഒരേ സമയം ഡോക്ടറും ഒരേ സമയം എഞ്ചിനീയറും ആവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അങ്ങനെയാണ് അനിൽ മേനൻ മാറിയത്. അപ്പോൾ അനിൽ മേനോൻ്റെ പ്രവർത്തന മേഖല വളരെ വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം നാസയിൽ വരുന്നതിന് മുമ്പ് എമർജൻസി മെഡിസിൻ്റെ ഭാഗമാകുന്നു. അതിനുശേഷം ഹിമാലയൻ റെസ്ക്യൂ മിഷനിലേക്ക് അദ്ദേഹം പങ്കെടുക്കുന്നു. ഒരുപാട് താല്പര്യങ്ങൾ ബഹിരാകാശ ശാസ്ത്രത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ ആ താല്പര്യത്തിൽ നിന്ന് ആണ് അദ്ദേഹം പിന്നീട് അതുമായി ബന്ധപ്പെട്ട ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ സംബന്ധിയുമായ സംഭവങ്ങളെക്കുറിച്ച്, ബഹിരാകാശത്തേക്ക് പോകുന്ന യാത്രികരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം ആ മേഖലയിൽ ഒരു വിദഗ്ധനായിട്ട് മാറുന്നു.
അപ്പോൾ ഒരേ സമയം ഡോക്ടറുമാവാം, ഒരേ സമയം എഞ്ചിനീയറുമാകാം എന്നുള്ളതാണ് ഈ മേഖല നിങ്ങൾ തിരഞ്ഞെടുത്താൽ. അപ്പോൾ അനിൽ മേനൻ ആ അർത്ഥത്തിൽ വളരെ ഇൻസ്പയറിംഗ് ആണ്. ഭാര്യ അന്നയാണെങ്കിലും ശരി അല്ലേ. അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഭാര്യയൊക്കെ അമേരിക്കയിലാണ് എന്നൊക്കെ പറയുന്ന പോലെ ഭാര്യ ഇപ്പോൾ എവിടെയാണ്? ഭാര്യ ബഹിരാകാശത്താ, ഭർത്താവോ ഞാനിപ്പോൾ പാമ്പ് പോവാ എന്ന് പറയുന്നത് പോലെയാണ്. എന്തായാലും അന്ന പോയി തിരിച്ചു വന്നു, ഇപ്പോൾ ഇതാ ഭർത്താവ് പോകുന്നു അനിൽ മേനൻ. പക്ഷേ ഇത് കുറച്ചധിക സമയം നിൽക്കുന്ന ഒരു ദൗത്യമാണ്. 8 മാസത്തോളം അദ്ദേഹം ബഹിരാകാശ പേടകത്തിലുണ്ടാവും. ISS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്ററോളം അകലെയുണ്ട്. മണിക്കൂറിൽ 22,000 കിലോമീറ്റർ വേഗത്തിൽ ഇങ്ങനെ വേഗതയിലാണ് ഇപ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ഒറ്റപ്പാലത്തുകാരനായ അച്ഛൻ മാത്രമേ ഒറ്റപ്പാലത്തുകാരനുള്ളൂ, ശങ്കരമേനൻ. അമ്മ ഉക്രൈൻകാരിയാണ്, എലിസബത്ത് എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ അമ്മ ഉക്രൈൻകാരി, അച്ഛൻ ഒറ്റപ്പാലത്തുകാരൻ. എന്തായാലും മലയാളത്തിൻ്റെ പേരുണ്ട്, മലയാളം സംസാരിക്കുന്ന, മലയാളം അറിയുന്ന നമ്മുടെ അനിൽ മേനൻ അങ്ങനെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിക്കുകയാണ്.